ഹലോ, നമുക്ക് സുവിശേഷം ആരംഭിക്കാം. ഞാൻ ഇന്ന് പുതിയ നിയമം പിന്നെ 1-2 അധ്യായം വായിക്കാൻ തീരുമാനിച്ചു. വെളിപാടും 1-2. അപ്പോൾ നമുക്ക് തുടങ്ങാം. സുവിശേഷം വായിച്ച് നമുക്കതിൻ്റെ പൊരുളൊക്കെ മനസ്സിലാക്കി കുറേയൊക്കെ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാം. പഴയ നിയമം ഞാൻ വിട്ടതല്ല കേട്ടോ, ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചു. നമുക്ക് പുതിയ നിയമം, ഞാൻ ബൈബിൾ വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, തിരഞ്ഞെടുക്കുക. അങ്ങനെ സുവിശേഷം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആനന്ദം, ദൈവസന്നിധി വലിയൊരു നിധിയായി സൂക്ഷിക്കാൻ എനിക്കിഷ്ടം. അങ്ങനെ സഹകരിക്കുമല്ലോ അല്ലേ? ഞാൻ വായിക്കട്ടെ. യേശുവിൻ്റെ വംശബലി 1-ാം അധ്യായം 1-2 വായിക്കാം നമുക്ക്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വാചനം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശബലി ഗ്രന്ഥം. അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിൻ്റെയും, യാക്കോബ് യൂദയുടെയും സഹോദരരുടെയും പിതാവായിരുന്നു. താമറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സേറായിയുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം അമിതാവ് നപക്ഷത്തിൻ്റെയും സൽമാൻ്റെയും പിതാവായിരുന്നു. സൽമാൻ റഹാബിൽ നിന്നും ജനിച്ചു. മെഹാബിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്നും ജനിച്ചു. ഓബാദിൻ്റെയും ഓബാദ് ജസ്സയുടെയും, ജസ്സ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നും ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു. ഇത് ഞാൻ ഇതിൻ്റെ ഇടയിൽ വചനം പങ്കുവെക്കുമ്പോൾ ഞാൻ പല പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യങ്ങളാണ്. സോളമൻ ആരുടെ പിന്നെ സോളമൻ്റെ ഭാര്യ അമ്മ ആരുടെ ഭാര്യയായിരുന്നുള്ള ചോദ്യം ഞാൻ പലരും ആർക്കും അറിയില്ല. ഇതൊക്കെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ. സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ റഹാബോവും അബിയായുടെയും, അബിയാ അസായുടെയും പിതാവായിരുന്നു. അസ യോസഫിൻ്റെയും, യോസഫ് യോറാമിൻ്റെയും, യോറാം ഓസിയയുടെയും, ഓസിയ യോദാമിൻ്റെയും, യോദാം ആഗാസിൻ്റെയും, ആഗാസ് ഹെസക്കിയായുടെയും, ഹെസക്കിയ മനസ്സയുടെയും, മനസ്സ ആമോസിൻ്റെയും, ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച കാണുന്നില്ല. ജനിച്ച യാക്കോബിൻ്റെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസകാലത്തിനു ശേഷം ജനിച്ച സലാത്തിയേൽ സെറാബാബിലിൻ്റെയും പിതാവായിരുന്നു. ബാബിയേൽ അബിയാമിൻ്റെയും, അബിയാദ് ഏലിയാക്കിൻ്റെയും, ഏലിയാക്കിം ആസോറിൻ്റെയും, ആസോർ സദോക്കിൻ്റെയും, സദേക്ക് ഹക്കീമിൻ്റെയും, ഹക്കീം ഏലിയായുടെയും, ഏലിയാദ് എലയാസറിൻ്റെയും, എലയാസർ മഥാൻ്റെയും, മഥാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ യോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന
എന്ന വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. നമ്മൾ ഈ തലമുറ കൈമാറി വരുമ്പം യോസഫാണ് നമ്മുടെ വംശബലിയിൽ ഉൾപ്പെടുന്ന ആള്. അത് മറിയമല്ല. യോസഫിൻ്റെ ദാവീദിന്റെ വംശയിൽപ്പെട്ട ആളാണ് യോസഫ്. മറിയത്തിന്റെ വംശബലി എവിടെയും ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ല. ബൈബിളിൽ എവിടെയും പറഞ്ഞില്ല. മറിയം നമ്മുടെ ആരുമല്ല എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ വംശബലിയിൽ കർത്താവിൻ്റെ വംശബലിയിൽ യൂദ അബ്രഹാം മുതൽ ദാവീദ് മുതൽ മലാക്കി വരെയും ആ വംശപരമ്പരയിലുള്ളതാണ് യോസഫ്. പക്ഷേ ഇവിടെ എന്തെങ്കിലും പറയുമ്പോൾ യോസഫിന് ഒരു സ്ഥാനവുമില്ല. ഇവിടെ മറിയത്തെക്കാളും കൂടുതൽ സ്ഥാനം യോസഫിന് തന്നെയാണ്. ആ വംശബലിയിൽ പെട്ടതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. മറ്റൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. മറിയത്തിൻ്റെ യാതൊരു വംശബലിയും ഇവിടെ പറ്റി പറയുന്നില്ല. പിന്നെ നമ്മുടെ സഭയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. മറിയം മരിച്ചിട്ടില്ല, മരിക്കാതെ ജീവനോടെ സ്വർഗാരോഹണം ചെയ്തുവെന്ന്. അത് സത്യമല്ല, നുണയാണ്, കളവാണ്. തെറ്റിദ്ധാരണയിലൂടെ നമ്മുടെ വചനത്തെ നമ്മൾ വളച്ചൊടിക്കരുത്. മറിയം മരിച്ചിട്ട് തന്നെയാണ്. മരിക്കാതെ ബൈബിളിലും വചനത്തിലും കർത്താവിൻ്റെ ആ വചനപ്രകാരമുള്ള വചനത്തിൻ്റെ ആ രീതികളെല്ലാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറിയം മരിച്ചിട്ട് തന്നെയാണ് സ്വർഗാരോഹണം ചെയ്തത്. മറിയത്തിൻ്റെ ആത്മാവാണ് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നത്, ശരീരമല്ല. മറിയത്തിന് അടയ്ക്ക കബറടം അവിടെ പോയി സന്ദർശിച്ച ആൾക്കാർ വരും നമ്മുടെ കേരളത്തിലുണ്ട്. കബറിടത്തിൽ പോയി മരിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റിദ്ധാരണകളാണ്. അങ്ങനെ പറയാൻ പാടില്ല. തെറ്റായ സന്ദേശങ്ങൾ നമ്മൾ ഒരിക്കലും ആർക്കും പകർന്നു കൊടുക്കാൻ പാടില്ല. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. എന്നറിയാവോ? മരിക്കാതെ സ്വർഗാരോഹണം ചെയ്ത് രണ്ട് പേരേ ഉള്ളൂ, ആനോക്കും ഏലിയായും. കർത്താവ് പോലും മരിച്ചിട്ടാണ് പോയത്. കർത്താവിൻ്റെ ശരീരം, കർത്താവ് മരിച്ചു ഭൂമിയിൽ അടക്കപ്പെട്ടു എങ്കിലും ശരീരം ആത്മാവ്, കർത്താവ് ദൈവമായതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അവൻ്റെ ഒന്നും തകർക്കപ്പെടാൻ പാടില്ലാത്തത് കൊണ്ട്. പക്ഷെ പരിശുദ്ധ അമ്മ അങ്ങനെയല്ല. തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്. ആർക്കും അങ്ങനെ തെറ്റിദ്ധാരണയിലൂടെ ഒരു സന്ദേശങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കുന്നത് അത് നമ്മുടെ വചനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപമാണ്. അത് പാപമായിട്ട് തന്നെ ഭൂമിയിലും മനുഷ്യരിൽ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളും നിലനിൽക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് തോന്നിയെന്നല്ല, പൊതുവെ അത് തെറ്റാണ്. ഇതിലിപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എറണാകുളം അങ്കമാലി രൂപതയിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. അടിയും ബഹളവും കേസും ബഹളവും എല്ലാം ആയിട്ട് ഭയങ്കരമായൊരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അവിടെ ഏകാ കുർബാനയും പറയുന്നു, അഭിമുഖ കുർബാനയും പറയുന്നു. സത്യം പറഞ്ഞാൽ കുർബാന ചൊല്ലേണ്ടത് നമ്മൾക്ക് ജനങ്ങൾക്ക് അഭിമുഖമായി നിന്നിട്ടല്ല അച്ഛൻ ചെയ്യേണ്ടത്. ക്രൂശിത രൂപത്തിലേക്കും നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് തന്നെ അച്ഛനും വൈദികരും തിരിഞ്ഞു നിന്നുകൊണ്ട് വേണം കുർബാന ചൊല്ലാൻ. നമുക്ക് കുർബാന സന്ദേശങ്ങൾ നൽകുമ്പോഴും നമ്മൾക്ക് വചനങ്ങൾ സന്ദേശങ്ങൾ പങ്കുവെക്കുമ്പോഴും അച്ഛൻ നമുക്ക് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അച്ഛൻ ആൾക്കാരിൽ നിന്ന് ഒരു ചുവട് അപ്പുറത്തേക്ക് മാറി നിന്ന്, ക്രൂശ രൂപത്തിൽ നിന്ന് കുറച്ച് തെന്നി മാറി നിന്ന് അവിടെ നിന്നുകൊണ്ട് വേണം സന്ദേശം നൽകാനെന്നാണ് എൻ്റെ അഭിപ്രായമല്ല. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം തെറ്റിദ്ധാരണകൾ നിമിത്തം ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് കർത്താവിൻ്റെയും കൂടി ഇടപെടലുള്ളത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്യാൻ കർത്താവിന് അഭിമുഖമായി നിൽക്കണം വൈദികൻ. കർത്താവിന് പുറംതിരിഞ്ഞ് നിൽക്കരുത്. കർത്താവിന് പുറംതിരിഞ്ഞ് നിന്ന് ഞാനിവിടെ ഒരു വചനത്തിൽ എവിടെയോ കണ്ടു, അവരുടെ പിൻവശമാണ് എനിക്ക് അവരുടെ പിൻവശം ദർശിച്ചുകൊണ്ട് വേണം ഞാൻ അവർക്ക് അനുഗ്രഹം ചൊരിയാൻ. അങ്ങനെ എന്തോ ഒരു അവരുടെ പിൻവശം എന്ന് ഉദ്ദേശിക്കുന്ന കർത്താവ് വൈദികരെയാണ്. ഞാനത് വചനത്തിൽ എവിടെയെങ്കിലും ഞാൻ ഒരു ജെറുമിയയുടെയാണോ അതോ ഇനി എസക്കേലിൻ്റെ ആണോ എന്നല്ല. ഞാൻ അന്ന് അത് മനസ്സിൽ കുറിച്ചിട്ടതാണ്. ഇപ്പം അത് എവിടെ തപ്പിപ്പിടിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇവിടെ നിങ്ങൾക്ക് അതിന് സാക്ഷിയായിട്ട് തരാൻ പറ്റും, തെളിവായിട്ട് തരാൻ പറ്റും. ഈ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് അങ്കമാലി രൂപതയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകാത്തത്. അത് കർത്താവ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, അതിൻ്റെ ഒരു വഴി ഒരുക്കിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്കിത് ഇവിടെ വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ നമുക്കതൊന്നും പറയാനുള്ള അധികാരം അവകാശമൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് ഇത് ബൈബിളിൽ തന്നെ കൊടുത്തിരിക്കുന്ന ആ സന്ദേശങ്ങളൊന്ന് തിരഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആ ഉൾവശം മനസ്സിലാക്കി ആ തെറ്റിദ്ധാരണ തിരുത്തുന്നത് ഏറ്റവും നല്ലൊരു കാര്യങ്ങൾ തന്നെയാണ്. കർത്താവിന് അഭിമുഖമായി ജനങ്ങളും വൈദികനും നിൽക്കണം. അതാണ് അതിൻ്റെ ശരി.
ഇത്ര നാൾ അങ്ങനെ നിന്നുകൊണ്ട് അത് തിരുത്താൻ വേണ്ടി തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളോട് ഉടലെടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിൻ്റെ ആ പിന്നെ ഉൾവശം അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകാൻ തന്നെ കാരണം. അപ്പോൾ പാമ്പളാനി പിതാവ് അവിടെ പോയിട്ടും ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്നാണ് കാണുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ കർത്താവിന് അഭിമുഖമായ വൈദികരും ജനങ്ങളും കർത്താവിന് അഭിമുഖമായി നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നത്. ജനങ്ങൾ കർത്താവിന് അഭിമുഖമായിട്ടും വൈദികൻ കർത്താവിനെ പുറംതിരിഞ്ഞുമാണ് നിൽക്കുന്നത്. അത് തെറ്റായ ഒരു പ്രവണതയാണെന്ന് തോന്നുന്നു. നമ്മൾ തോന്നുന്നല്ല, അതാണ് അതിൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും കർത്താവിനെ തന്നെ അഭിമുഖമായിട്ട് സന്ദേശങ്ങൾ നൽകുമ്പോൾ മാത്രം ആൾത്താരിൽ നിന്നും കർത്താവിൽ നിന്നും കുറച്ച് തെന്നി മാറി കർത്താവിനെ പുറംതിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് മാറി നിന്ന് സന്ദേശങ്ങൾ നൽകാൻ വൈദികർക്ക്. അതല്ലേ അതിൻ്റെ ശരിയായ രീതിയിൽ പോയില്ലെങ്കിൽ നമ്മുടെ സഭയിൽ എപ്പോഴും പ്രശ്നമുണ്ടാകും. അത് മറ്റുള്ളവർക്ക് പറയാനും അവഹേളിക്കാനും ഒരു ഇടയാകാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പറഞ്ഞാൽ ഇതിനൊന്നും ഒരു വലിയ വിലയുണ്ടാവില്ല, അതാരും അംഗീകരിക്കില്ല. റോമിൽ നിന്നുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഇത് വരുന്നതെങ്കിലും നമ്മളങ്ങനെ അത് എങ്ങനെയെന്ന് അറിയത്തില്ല കേട്ടോ. എങ്ങനെയെന്നല്ല, ഈ ഒരു കാര്യം അങ്ങനെ ചെയ്യുന്നതാണ് എൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. സാധാരണക്കാരായ മനുഷ്യർക്ക് നമുക്ക് ദൈവ സന്ദേശങ്ങളും ദൈവിക അരുളപ്പാടൊക്കെ കിട്ടിയാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ലല്ലോ. ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു എന്ന് ഓർത്ത് ആരും അതിനെ ഒരു വലിയ വിമർശനമായിട്ട് എടുക്കുകയൊന്നും വേണ്ട. ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമുക്കിവിടെ വചനം വായിക്കാം. അതിൽ ക്രിസ്തു എന്ന വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. നമുക്കിവിടെ വചനം തുടരാം കേട്ടോ. ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14, അങ്ങനെ 14 തലമുറകളാണ് ആകെയുള്ളത്. അതായത് 14, 14, 28, 28, 14, 38, 42 അത്രയേ ഉള്ളൂ. അപ്പോൾ 76 പുസ്തകം എന്നൊക്കെ പറയുന്നത് അത് പിന്നീട് പറയാം. 76 പുസ്തകം 72 പുസ്തകം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നമുക്കിവിടെ തുടങ്ങാം. യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതലങ്ങ് തുടങ്ങാം കേട്ടോ. എവിടെ ബൈബിള് വചനങ്ങൾ നമ്മൾ വായിച്ചാലും പങ്കുവെച്ചാലും എവിടെയെങ്കിലും ഒരു പോരായ്മകൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വചനം പങ്കുവെച്ചതിൽ ഞാൻ പറഞ്ഞുവല്ലോ, ആഹറിൻ്റെയും ഇസ്മായിലിൻ്റെയും അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ജനനത്തിൻ്റെ പിന്നെ അവരുടെ ജനനം മുതലുള്ള വയസ്സിൻ്റെ ആ വ്യത്യാസം ഞാനിവിടെ പറഞ്ഞല്ലോ. അത് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഞാനതിവിടെ ഒന്ന് പങ്കുവെക്കട്ടെ നിങ്ങളുമായിട്ട്. പിന്നെ ഈ ആഹർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ തുടക്കമാണല്ലോ. മുസ്ലിം സഹോദരങ്ങളുടെ തുടക്കമായതുകൊണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ തുടക്കം ആഹറിൽ നിന്നായതുകൊണ്ട് ഞാനിവിടെ പറയട്ടെ. ഇവിടെ ആഹറിൻ്റെ മുസ്ലിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു അവർ മക്കയിൽ പോവുക, അവിടെ പോയി അവർ ഇവിടേക്ക് ഇപ്പോൾ ഇതെന്തിനു പറയുന്നല്ലേ ചോദിക്കും. നമുക്ക് എല്ലാത്തിൻ്റെ തുടക്കങ്ങൾ ആദ്യമേ തുടങ്ങിയാലല്ലേ ഇതിൻ്റെയൊക്കെ പിന്നെ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മക്കയിൽ പോയി അവർക്ക് അവിടുന്ന് ഒരു ജലം കിട്ടുന്നുണ്ട്. എന്തായാലും റംസാൻ ജലമോ അങ്ങനെ എന്തോ ഒരു ജലം കൊണ്ടിരുന്നുണ്ട്. അവരവിടെ പോയിട്ട് വരുമ്പോൾ ആ ജലം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ജലത്തിൻ്റെ ഉൾവശം ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സഹോദരിയുടെ കൂട്ടുകാരുടെ പിന്നെ വീട്ടിലിങ്ങനെ വെറുതെ പോയപ്പോൾ, മുസ്ലിങ്ങളാണേ, അവിടെ പോയപ്പം അവരെനിക്ക് ഈ വെള്ളം തന്നു. അപ്പം ഞാൻ ഈ വെള്ളത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത്തെ പിന്നെ റംസാൻ വെള്ളമാണ്. അങ്ങനെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണ് ഇത് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഹജ്ജിന് പോയിട്ട് വരുമ്പോൾ അവിടുന്ന് കൊണ്ടുവരുന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമല്ലോ, പ്രസവത്തോടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഈ ജലമാണ് കൊടുക്കുന്നതെന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ ആ ജലത്തിൻ്റെ അതിൻ്റെ എനിക്ക് എന്തെങ്കിലും കാര്യം അറിഞ്ഞാൽ അതിനെപ്പറ്റി അറിയണം, അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനമില്ല. അപ്പം ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് വെള്ളം അതിൻ്റെ ഉൾവ എങ്ങനെയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അബ്രഹാത്തിൻ്റെ നിങ്ങൾ അബ്രഹാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അബ്രഹാം പിതാവേ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അബ്രഹാം എന്നാണ് വിളിക്കുന്നത്, മോശേനെ മൂസാ നബി എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഈ നിങ്ങൾക്ക് ആഹറുമായിട്ടുള്ള ബന്ധം എന്താ? ഇസ്മായിൽ, അതെ. അപ്പോഴാണ് ഇവർ ഞങ്ങളുടെ പിതാക്കന്മാരാണ് അവർ. പിന്നെ ആഹറിനെ അബ്രഹാം പിതാവ് പുറന്തള്ളിയപ്പോൾ അവിടുന്ന് പിന്നെ കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെയും കൊണ്ട് പിന്നെ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോൾ മരുഭൂമിയിൽ ദാഹജലം കിട്ടാതെ കുഞ്ഞ് മരുഭൂമിയിൽ ഇങ്ങനെ കിടത്തി ഇങ്ങനെ മരിക്കുന്നത് കാണാൻ കഴിയാതെ വന്നു. നമ്മുടെ ഇതിലുണ്ടല്ലോ അതങ്ങനെ തന്നെ കാണാൻ കഴിയാതെ ഞാൻ ഒരു കല്ലേറ് ദൂരം, ഒരു അമ്പയത്ത് ദൂരം ഞാൻ മാറി നിന്നപ്പോൾ അവിടെ നിന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞും വെള്ളം കിട്ടാതെ ദാഹത്തിൽ പിന്നെ വാ തുറന്ന് കരഞ്ഞു, വാ കീറി കരഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. തൊള്ള തുറന്ന് വാ കീറി കരഞ്ഞു എന്നാണ് അവരെന്നോട് പറഞ്ഞത്. കൈകാലിട്ട് ഇങ്ങനെ അടിച്ചു.
അങ്ങനെ ഒരു കൈകാലിട്ട് ഇങ്ങനെ കുഞ്ഞ് പിന്നെ കാലിട്ടടിച്ച് ഒരു മലക്ക കുഞ്ഞായിരിക്കുമല്ലോ, ഒരു 6 മാസം 10 മാസം ഇടയ്ക്ക് പ്രായമുള്ള ഒരു നടക്കാൻ പ്രായമാകാത്തൊരു കുഞ്ഞ് പിന്നെ ഇങ്ങനെ കൈകാലിട്ട് ഇങ്ങനെ കാറി കരഞ്ഞു. ഒന്നാതെ വെള്ളമില്ല, ഒന്നാതെ അമ്മ അതിനെ അവിടെ കിടത്തിയിട്ട് പോയി. അങ്ങനെ വന്ന ഒരു കുഞ്ഞ് അവിടെ കൈകാലിട്ട് അടിച്ച് കരഞ്ഞപ്പോൾ, ആ കാലിട്ട് അങ്ങനെ നിലത്തായിട്ട് അടിച്ചടിച്ച് കരഞ്ഞപ്പോൾ ആ കാലിട്ടിന് അടിച്ച കാലിട്ടിങ്ങനെ അടിച്ച ഭാഗത്ത് നീരുറവയുണ്ടായി എന്നാണ് അവർ പറയുന്നത്. നീരുറവ. ആ നീരുറവ അവിടെ പൊട്ടിപ്പുറപ്പെട്ട നീരുറവയിൽ നിന്നുള്ള വെള്ളമാണ് ഇന്ന് ഇവര് റംസാൻ വെള്ളമായി, റംസാൻ വെള്ളമാണോ അങ്ങനെയാന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആ മക്കയിൽ പോയിട്ട് വരുമ്പോൾ ഇവര് ആ വെള്ളം ഇവിടുന്ന് കൊണ്ടിരുന്നു. അങ്ങനെയാണ് പിന്നെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ വെള്ളം ഇവരിവിടെ കൊടുക്കുന്നതെന്നാണ് അവരുടെ ചരിത്രം പറയുന്നത്. അത് പിന്നെ എനിക്കിപ്പോൾ അവരുടെ ചരിത്രത്തിൽ അത് സത്യമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അവരുടെ ഉത്ഭവം തന്നെ ഹാഗറിൽ നിന്നാണ്, മുസ്ലിമുടെ ഉത്ഭവം. അപ്പൊ അവരും അവരുടെ പൂർവ്വപിതാക്കന്മാരെ അബ്രഹാം എന്ന് പറയുന്നുണ്ട്, പിന്നെ മോശേനെ മൂസ നബി എന്ന് പറയുന്നുമുണ്ട്. ഇസഹാക്കിനെ യാക്കൂബിനെ അവർ വേറെന്തോ ഒരു ഇതിലാ പറഞ്ഞു. ഞാൻ അവരുടെ ചരിത്രങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ല, അവരുടെ പിന്നെ ഖുറാനൊന്നും ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാൻ നമുക്ക് പറ്റില്ല, അറബിയല്ലേ. പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഈ സെബാസ്റ്റ്യൻ ഇതൊരു അയാൾക്കൊരു വീട്ടുപേര്, അങ്ങനെ ഒരു കൂട്ടുപേരുണ്ട്. ആ മനുഷ്യൻ പറയുന്ന ഏതാണ്ടൊക്കെയോ വിളിച്ചു പോവുകയും മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണെന്നും നമ്മൾ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളാണെന്ന് പറയുന്നുമുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേട്ടൻ്റെ അനിയൻ്റെ മക്കളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ സെബാസ്റ്റ്യൻ പിന്നെ പുന്നക്കരയോ ചേലക്കരയോ അങ്ങനെ എന്തോ ഒരു മനുഷ്യൻ വീട്ടുപേരുണ്ട് അയാൾക്ക്. ആ മനുഷ്യൻ പറഞ്ഞു ഇവർ ക്രിസ്ത്യാനികളുടെ യാതൊരു ബന്ധവുമില്ല, അവരുടെ ഒരു മതം തന്നെ വേറെയാണ്. പിന്നെ അങ്ങനെ എന്തൊക്കെയോ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അയാൾ കാണാനില്ല കേട്ടോ. ഇപ്പൊ അയാളുടെ പിന്നെ വചന സംഘത്തിലൊന്നും കേൾക്കാറില്ല. മുസ്ലിങ്ങളെ അങ്ങനെ ഇങ്ങനെ വേർതിരിച്ച്. പക്ഷെ മുസ്ലിങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ട് കേട്ടോ, കുഴപ്പങ്ങളില്ല എന്നല്ല. ഇങ്ങനെ ദാവീദിന്റെ അല്ല അബ്രഹാമത്തിന്റെ വംശബലിയിൽ പെട്ട ആളാണെങ്കിൽ ഇങ്ങനെ തലമുറ കൈമാറി വരുമ്പോൾ അവരുടെ അവകാശം സ്ഥാപിച്ചെടുക്കാനാണ് യുദ്ധം മുറവിളിയെല്ലാം കൂട്ടുന്നതും കർത്താവിന്റെ 2ാം വരവിലൂടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇവർ തന്നെയാണെന്ന് അറിയാം. യുദ്ധങ്ങളും മുറവിളി കൊണ്ടുകൊണ്ട ഇവർ തന്നെയാണ്. പിന്നെ അതൊരു ഇത് നിൽക്കട്ടെ അവിടെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അപ്പൊ അപ്പം കുഞ്ഞിനെ കൈകൊണ്ട് എടുക്കുക എന്നൊക്കെ പിന്നെ ദൈവത്തിന്റെ ദൂതൻ അരുളപ്പാട് കിട്ടുമ്പോൾ കുഞ്ഞിനെ പോയി എടുക്കാനൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞിന്റെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ആ ചരിത്രങ്ങളാണ് ഇതുമായിട്ട് യോജിച്ചു വരുന്നത്, നമ്മുടെ ക്രിസ്ത്യാനികളുടെ അല്ല. ക്രിസ്ത്യാനിയുടെ പിന്നെ ഇതൊരു പറയുമ്പം പിന്നെ ആഗറിന്റെ കുഞ്ഞിന് ജനിക്കുമ്പോൾ അബ്രഹാത്തിന് 86 വയസ്സും പിന്നെ ഇസഹാക്ക് ജനിക്കുമ്പോൾ പിന്നെ അബ്രഹാത്തിന് 100 വയസ്സുമാണ്. അപ്പം പിന്നെ കുഞ്ഞിന്റെ മുലകുടി മാറിയതിന് ശേഷമാണ് പിന്നെ ഇവരുടെ പരിച്ഛേദന യാക്കൂബിന് പിന്നെ ഇസഹാക്കിനെ പരിച്ഛേദന നടത്തുന്നു. കുഞ്ഞിന്റെ മുലകുടി മാറിയത് ഏകദേശം നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് 3 വയസ്സ്. അങ്ങനെ വരുമ്പം ഈ പിന്നെ ഇസ്മായിലിന് ഒരു 10-17 വയസ്സിന്റെ ഒക്കെ വലിപ്പം പ്രായ വളർച്ചയുണ്ട്. അത് നമ്മുടെ വചനമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ പറയുമ്പോൾ വചനമായിട്ട് തെറ്റുണ്ട്, ഒത്തിരി തെറ്റുണ്ട്. അത് മുസ്ലിങ്ങളുടെ വചനമായിട്ട് വെച്ച് പറയുമ്പോൾ അവർ ശരിയുണ്ട്, അവരാ പറയുന്നത് ശരിയുണ്ട്. അപ്പം നമ്മുടെ വചനത്തിൽ എവിടെയാണ് തെറ്റെന്നറിയില്ല. ഒത്തിരി കാലവഴക്കൊണ്ട് പൂർവ്വപിതാക്കന്മാർ അവിടെ ഇവിടെ ഇരുന്ന് എഴുതുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണോ ശരി ഇതാണോ ശരിയെന്ന് എനിക്കറിയില്ല. അവരുടെ വചനത്തിലും ഇവരുടെ നമുക്കത് വേണ്ടി താരതമ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ഉറവിടം അവിടെ നിന്നാണ്. അവരും സമ്മതിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ചരിത്രത്തിലേക്ക് പോയിട്ടില്ല, പോകേണ്ട ആവശ്യം നമുക്കില്ല, നമുക്കതല്ല വേണ്ടത്. പക്ഷേ ഇവിടെ ഇസ്മായിലിനെ ഇസ്ഹാക്കിൻ്റെയും പ്രായ വ്യത്യാസങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ആ കഴിഞ്ഞ വചനത്തിൽ പങ്കുവച്ചു. അപ്പം ഞാനിത് വെറുതെ പറഞ്ഞതേ ഉള്ളൂ, സൂചിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അതോടെ തന്നെ ഒരു ഗ്രേസി ഇങ്ങനെ പറഞ്ഞു എന്നൊരു വിചാരം വരണ്ട മനസ്സിൽ. നമ്മളത് തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയ കർത്താവിലെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. കർത്താവാണ് നമ്മുടെ ഏകരക്ഷകനും നമ്മുടെ രക്ഷിതാവും. അവനെ മാത്രം അനുഗമിച്ചാലും നമ്മൾ മതി. അപ്പം നമ്മുടെ പൂർവ്വപിതാക്കളിൽ വരുന്ന വ്യത്യാസങ്ങളും കുറേയൂടെ പാളിച്ചകളുണ്ട്. അത് നമ്മുടെ വിഷയമല്ല, നമ്മളിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കർത്താവിനെ അനുഗമിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് തുടരുകയാണ്. അപ്പം യേശുവിൻ്റെ വംശവലി യേശുവിൻ്റെ ജനനം നമുക്കിട്ട് തുടങ്ങാം. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവാസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ
രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ കാലമാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. പോയി വീട്ടിൽ പോയി പറയുക, ഒടുക്കം മാതാപിതാക്കളുമായി ചർച്ച ചെയ്യുക, അവരെ എങ്ങനെയൊക്കെ അപമാനിക്കണോ ഇവരെ അപമാനിക്കുക മാത്രമല്ല നഷ്ടപരിഹാരം മേടിക്കുകയും ചെയ്യും അല്ലേ. അതാണ് നമ്മുടെ ലോകം, നമ്മുടെ മനുഷ്യർ. ഈ വചനമൊക്കെ പഠിച്ചിട്ടും നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാനാണ് നമ്മൾക്കൊക്കെ ഇഷ്ടം. നമ്മുടെയൊക്കെ ലോകം അത്ര മാറിപ്പോയി. ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യോസഫ്. കേട്ടോ, ദാവീദിന്റെ പുത്രൻ, ദാവീദിന്റെ വംശത്തിൽ വന്നതാണ്. അപ്പം മറിയത്തിന് അത് ഞാനിപ്പോൾ പറയുന്നില്ല, പോട്ടെ. ദാവീദിന്റെ പുത്രനായ യോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. യോസഫ് നിദ്രയിൽ നിന്നും ഉണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ. പിന്നെ മറിയത്തിന് വേറെയും മക്കളുണ്ട്, സഹോദരന്മാരും യേശു കർത്താവിന് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. അത് സത്യമാണ്, പച്ചയായ സത്യമാണ്. എല്ലാവരും നമ്മുടെ സഭ പഠിപ്പിക്കുന്നുണ്ട് മറിയത്തിന് യേശുക്രിസ്തു മാത്രമേ ഒരു മകനുണ്ടായിരുന്നുള്ളൂ, വേറെ പ്രസവിച്ചിട്ടില്ല എന്ന്. നുണയാണ് കേട്ടോ, കളവാണ് കേട്ടോ അത്. ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ബൈബിൾ നമ്മളെ ചതിക്കില്ല എന്ന് നമുക്കറിയാം. ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് മറിയത്തിന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ട്. അത് നിങ്ങൾ വേറൊരു വചനത്തിൽ ലുക്കായുടെ സുവിശേഷത്തിൽ ഞാനത് വായിച്ചായിരുന്നു. അവിടെ അവൻ്റെ സഹോദരന്മാർ അവനോട് ചോദിക്കുന്നുണ്ട്, നീ നിന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ പെരുന്നാളിന് പോവുക, സഭമത്തി എല്ലാവർക്കും മുമ്പേ നീ നിന്റെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുക, ലോകം അതറിയട്ടെ. അപ്പം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമയം എപ്പോഴും അനുകൂലമാണ്, എനിക്ക് അനുകൂലമല്ല, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, ആകുമ്പോൾ അങ്ങനെയാണ് കർത്താവ് മറുപടി പറയുന്നത്. നിങ്ങൾ പെരുന്നാളിന് പോയിക്കൊള്ളുക, ഞാൻ വരുന്നില്ല, അവൻ വീട്ടിൽ തന്നെ തങ്ങി എന്നാണ് പറയുന്നത്. അവിടെ സഹോദരന്മാരെ പറ്റി പറയുന്നുണ്ട്. പിന്നെയും പറയുന്നുണ്ട്, മറിയം കർത്താവിനെ കാണാൻ വേണ്ടി വരുമ്പം കർത്താവിൻ്റെ അടുത്തേക്ക് മറിയത്തിന് പോകാൻ ജനക്കൂട്ടം കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നിരുന്നവർ പോയി പറയുന്നുണ്ട്, നിന്റെ അമ്മയും സഹോദരിമാരും വന്നിട്ടുണ്ട് നിന്നെ കാണാൻ. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ട്, എൻ്റെ വചനം ആര് അനുസരിക്കുന്നുവോ അവരാണ് എൻ്റെ അമ്മയും സഹോദരിമാരും എന്ന്. ഇതൊക്കെ ബൈബിളിൽ വ്യക്തമായി കൊടുത്തിട്ട് മറിയത്തിന് സഹോദരന്മാരില്ല, മറിയത്തിന് വേറെ മക്കളില്ല, കർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞ് തെറ്റാണ്. നമ്മൾ ഉള്ളത് പോലെ മാത്രം പങ്കുവെക്കുക, ഇല്ലാത്തത് പങ്കുവെക്കരുത്. അവളെ അറിഞ്ഞില്ല, അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. 2-ാം അധ്യായം 3 വരെ വായിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് വായിച്ചു, ചർച്ചയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് വായിച്ചു പോകാം. ഹെറോദാസ് അല്ല 1ഉം 2ഉം വാചനം വായിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ 1 വായിക്കുന്നു. ഇനിയിപ്പോൾ വെളിപാടിലേക്ക് പോയാലോ? നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ വെളിപാട് ഇത് 2ാമത്തെ നാളെ മുതൽ ഞാൻ വായിക്കുന്നതാണ് കേട്ടോ. യോഹന്നാൻ ലഭിച്ച വെളിപാട്. ഇത് ഒരധ്യായമേ വായിക്കുന്നുള്ളൂ, കുറച്ചുണ്ടല്ലോ വായിക്കാൻ, അതുകൊണ്ടാണ് മറ്റൊന്നും വിചാരിച്ചേക്കല്ലേ.
ആസന്ന സഭയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളുത്തതിനു വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തൻ്റെ ദൂതനെ അയച്ചു ദാസനായ യോഹന്നാനിന് ഇത് വെളിപ്പെടുത്തി. അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധീപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്തിൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവനും മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവനെ അവിടുത്തെ കാണും. അവനെ കുത്തി നോവിച്ചവരും അവനെ പ്രതി മാറത്തടിച്ചു വിലപിക്കുന്ന വിലപിക്കുന്നവരും എപ്പോഴാണ് നിങ്ങൾക്കറിയാമോ? ചോദിച്ച ഒന്നിനും ഒരു മറുപടി ഉണ്ടാവില്ല. എങ്കിലും ഞാൻ പറയുകയാണ്. അവൻ്റെ പീഡാനുഭവത്തിൽ അവനെ കുരിശ് തോളിലേറ്റി അവനെ കാൽവരിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവനെ കുത്തി നോവിച്ചവർ, അവനെ പ്രതി മാറത്തടിച്ച് കരഞ്ഞ ജനസമൂഹം, അതൊക്കെ ഓർമ്മ വേണം. ഒരു കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റണം. ഇന്ന സമയത്തായിരുന്നു. സർവ ഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെ കുറിച്ചു നൽകിയ സാക്ഷ്യത്തെയും പ്രതി പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ചോദ്യം ചോദിക്കുമ്പോൾ അത് പറയണം കേട്ടോ സഹോദരങ്ങളെ. ദ്വീപിലായിരുന്നു. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റേത് പോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്നും കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി സ്മരണ, പെർഗാമോസ്, തിയാത്തറ, സർദീസ്, ഫിൽദൽഫിയ, ലവേദ്ക്യ എന്നീ 7 സ്ഥലങ്ങളിലെ സഭകൾക്ക് അയച്ചു കൊടുക്കുക. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടത്ത് സ്വർണ്ണ കൊണ്ടുള്ള ഇടക്കച്ച. അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം നയനങ്ങൾ.
തീജ്വാല പോലെ